ഈ പടക്കളത്തിൽ അഭിനയിച്ച ആക്ടേഴ്സ് ആണെങ്കിലും അവർ ഭയങ്കര ത്രിൽഡായിരുന്നു. ആ ഫിലിം കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ എടുക്കുകയാണെങ്കിലും അവർ ആ ക്യാരക്ടറിൽ ഇപ്പോഴും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക. ഷറഫുദ്ദീൻ്റെ ഒക്കെ ഓരോ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ ഞാനിതിൽ അഴിഞ്ഞാടി അഭിനയിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഷറഫ് ആദ്യം തൊട്ടേ ഇത് സ്ക്രിപ്റ്റ് കൺവിൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവസാനം ഞാൻ പോയി ഇരുന്ന് ഇത് ഓൾമോസ്റ്റ് കൺവിൻസ് ആയി കഴിഞ്ഞ് പുള്ളിയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം പുള്ളി ചോദിച്ചു. ഞാൻ അതിനെല്ലാം ഉത്തരം പറഞ്ഞു. പുള്ളി വളരെ ഒരുപാട് സിനിമകളിൽ പോയി അഭിനയിക്കുന്ന ആളല്ല. ഐ മീൻ ഈസ് വെരി സെലക്റ്റീവ് ആൻഡ് ഈസ് വെരി ക്ലിയർ ഇൻ വാട്ട് ഹി വാണ്ട്സ് ടു നോ അബൌട്ട് ദറ്റ് ക്യാരക്ടർ. ആൻഡ് വൺസ് പുള്ളി ആ ക്യാരക്ടറിലേക്ക് എത്തിയാൽ പുള്ളി തരുന്ന ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത് മൈൻഡ് ബ്ലോയിങ് ആണ്. ഐ തിങ്ക് ഒരു അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള, ഞാൻ പടക്കളം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇത്രയും അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ വേറെ മലയാളത്തിലില്ല. നമുക്ക് സുരാജിന് ഒരുപാട് വെറൈറ്റി റോൾസ് കിട്ടിയിട്ടുണ്ട്, സുരാജിന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഷറഫുദ്ദീനെ സംബന്ധിച്ചിടത്തോളം അത്രയും മാനറിസംസ് ഉള്ളൊരു ക്യാരക്ടറാണ്. ഫസ്റ്റിലുള്ള ഒരു മാനറിസം അല്ല സെക്കൻഡ് ഹാഫിൽ വരുന്നത്. ഇടയിൽ പെട്ടെന്ന് ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് ഉണ്ട്. ആ ഷിഫ്റ്റിനെ വളരെ മനോഹരമായിട്ടാണ് പുള്ളി ഇത് ചെയ്തത്, ആക്ട് ചെയ്തത്. ഫോർ എക്സാമ്പിൾ ആ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇതിൽ തന്നെ പുള്ളി നോക്കിയിട്ട് എൻ്റെ ബാക്ക് ഇങ്ങനെയാണോ എന്ന് പറയുമ്പോൾ ഞാൻ സീനിലുണ്ട്, അവിടെ ബാക്കിലുണ്ട്. ഞാൻ തന്നെ അറിയാതെ ഷൂട്ട് ലൊക്കേഷനിൽ നിന്ന് ചിരിച്ചു. വേറെ ഉണ്ടായിരുന്നു 2-3 ഹ്യൂമർ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാരക്ടറിന് അത്രയും ചേഞ്ച് ഓവർ വേണ്ടെന്ന് പറഞ്ഞ് മനു അത് അതൊക്കെ കൈനിട്ടുന്നതാണ്. ഹി ഹാസ് ഇംപ്രൂവൈസ്ഡ് എ ലോട്ട്. ഐ മീൻ സുരാജും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇംപ്രൂവൈസ് ചെയ്യും. സ്പോട്ട് ഇംപ്രൂവൈസേഷൻ ചെയ്യുന്ന ആക്ടേഴ്സ് വളരെ കുറവാണ് മലയാളത്തിൽ. പക്ഷേ ഐ മീൻ വളരെ രസമായിട്ടുള്ള സ്പോട്ട് ഇംപ്രവൈസേഷൻസ് അതിൽ അങ്ങനെ 2 ആക്ടേഴ്സിന് ഈ സിനിമയിൽ കിട്ടി എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമാണ്.